സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുൻ പേപ്പൽ ഉപദേഷ്ടാവ് കർദിനാൾ ആഞ്ചലോ ബെച്ചുവിനെ 5.5 വർഷത്തെ തടവു ശിക്ഷയ്ക്ക് വിധിച്ച് വത്തിക്കാൻ കോടതി. കത്തോലിക്കാ സഭയ്ക്ക് വൻ നഷ്ടത്തിൽ കലാശിച്ച ലണ്ടൻ വസ്തു ഇടപാടിനെ കേന്ദ്രീകരിച്ചായിരുന്നു വിചാരണ. അതേസമയം ധൂർത്ത്, ഓഫീസ് ദുരുപയോഗം തുടങ്ങിയ തനിക്കെതിരായ ആരോപണങ്ങളെ കർദിനാൾ ശക്തമായി നിഷേധിച്ചു. തന്റെ കക്ഷി നിരപരാധിയാണെന്നും അപ്പീൽ നൽകുമെന്നും കർദിനാൾ ബെച്ചുവിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംരംഭത്തിൽ സഭയുടെ ചാരിറ്റി ഫണ്ട് നിക്ഷേപിച്ചെന്ന ഗുരുതര ആരോപണമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചീഫ് ഓഫ് സ്റ്റാഫിന് തുല്യനായി പ്രവർത്തിച്ചിരുന്ന കർദിനാൾ ആഞ്ചലോ ബെച്ചുവിനെതിരെ ഉയർന്നത്. ഓഫീസ് ദുരുപയോഗം ചെയ്യൽ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് കർദിനാൾ ബെച്ചു വിചാരണ നേരിട്ടത്. സഭയുടെ ചട്ടങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചതിന് നിർണായക ചുമതലകളിൽ നിന്നും കർദിനാൾ ബെച്ചുവിനെ വത്തിക്കാൻ പുറത്താക്കിയിരുന്നു. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ അടക്കമുള്ള ആരോപണങ്ങൾ ശക്തമായതോടെയായിരുന്നു നടപടി. വത്തിക്കാനിലെ ക്രിമിനൽ കോടതിയിൽ വിചാരണ നേരിടുന്ന ഏറ്റവും ഉയർന്ന വത്തിക്കാൻ ഉദ്യോഗസ്ഥനാണ് 75-കാരനായ ഇറ്റാലിയൻ കർദിനാൾ ബെച്ചു. വത്തിക്കാൻ കോടതി പ്രസിഡന്റ് ഗ്യൂസെപ്പെ പിഗ്നാറ്റോണാണ് വിധി പ്രസ്താവിച്ചത്. ജയിൽ ശിക്ഷയ്ക്ക് പുറമെ €8,000 പിഴയും അധികാരത്തിൽ നിന്ന് സ്ഥിരമായ അയോഗ്യതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.